നമ്മുടെ ഭൂമിയിലെ ഇതുവരെ ആർക്കും കാണാൻ കഴിയാത്ത, ആർക്കും ഒരു കാലത്തും എത്തിപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സമുദ്രമുണ്ട്. സീരിയസ്ലി. പക്ഷെ അത് വെള്ളമല്ല, പിന്നെയോ അയൺ പോലെ, നിക്കൽ പോലെയുള്ള ഹെവി മെറ്റൽസുകൾ ഉരുകിയ അവസ്ഥയിൽ കാണാൻ കഴിയുന്ന ഒരു സമുദ്രമാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഔട്ടർ കോറിനെ കുറിച്ചാണ്. നമ്മുടെ സർഫസിൽ നിന്ന് ഏകദേശം 3000 കിലോമീറ്റർ താഴെ കാണാൻ കഴിയുന്ന ഔട്ടർ കോറിനെ കുറിച്ച്. അതായത് നമ്മുടെ എർത്തിൻ്റെ ഇൻറ്റീരിയർ സ്ട്രക്ചർ എടുക്കുവാണെങ്കിൽ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം, പലതരത്തിലുള്ള മെറ്റീരിയൽ കോമ്പോസിഷൻ്റെയും ഡെൻസിറ്റിയുടെയൊക്കെ ബേസിൽ. ഏറ്റവും മുകളിൽ കാണാൻ കഴിയുന്ന ലെയറാണ് ക്രസ്റ്റ്, അതിൻ്റെ താഴെ കാണാൻ കഴിയുന്ന ലെയറാണ് മാൻറ്റിൽ, അതിൻ്റെയും താഴെ കാണാൻ കഴിയുന്ന ലെയറാണ് കോർ. ഈ കോറിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഔട്ടർ കോർ എന്നും ഇന്നർ കോർ എന്നും. ഈ ഇന്നർ കോർ സോളിഡ് ഫോമിലും ഔട്ടർ കോർ ലിക്വിഡ് ഫോമിലാണ് കാണാൻ കഴിയുന്നത്. കാര്യം ടെമ്പറേച്ചറൊക്കെ ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുന്നുണ്ട്, അവിടുത്തെ പ്രഷറിനേക്കാളും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മെറ്റൽസുകൾ റിച്ച് ആയിട്ടുള്ള ലെയർ ഉരുകി ഒരു ലിക്വിഡ് ഫോമിലാണ് നമുക്ക് ഔട്ടർ കോർ കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഭൂമി കറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കോർ ഒരു ജിയോ ഡൈനാമോ മാതിരി പ്രവർത്തിക്കുകയും നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കൊരു ലിക്വിഡ് ഔട്ടർ കോറും ഒരു സോളിഡ് ഇന്നർ കോറും ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെയും അറ്റ്മോസ്ഫിയറിക് ഗ്യാസുകളെയും സൂര്യനിൽ നിന്നൊക്കെയുള്ള ഹാംഫുൾ റേസിൽ നിന്ന് സംരക്ഷിച്ച് നിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ സാധ്യമായിട്ടുള്ള വായുവും വെള്ളവും ഒക്കെ അതേപോലെ നമുക്ക് കാണാൻ കഴിയും. ഭൂമിയിൽ ലൈഫ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ മറ്റ് പ്ലാനറ്റ്സുകളായിട്ടുള്ള മാർസ്, വീനസിൻ്റെ ഒക്കെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇല്ല. ജീവൻ്റെ തുടുപ്പുകൾ കാണാനുള്ള സാധ്യതകൾ വളരെ കുറവുമായിരിക്കും. അപ്പോൾ എന്തായാലേ നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ കാണാൻ കഴിയുന്ന ഈ ഒരു ലെയറിന് വരെ വലിയ പ്രാധാന്യമുണ്ട് നമ്മളെപ്പോലുള്ള ഓരോ ജീവനും നിലനിൽക്കുന്നതിൽ.